നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ നാളെ. യുദ്ധത്തിൽ ശ്രീഭദ്രകാളി ദാരികനെ വധിച്ച് വിജയിച്ചതിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിക്കും. പുത്തഞ്ചിറയിൽ ഗുരുധർമ്മ പ്രബോധിനി സഭ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ നാളെ. ഭരണി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കാവ് തീണ്ടൽ. കാവിലേക്ക് കോമരങ്ങളുടെ പ്രവാഹം തുടരുകയാണ്. യുദ്ധത്തിൽ ശ്രീഭദ്രകാളി ദാരികനെ വധിച്ച് വിജയിച്ചതിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഞായറാഴ്ച സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിക്കും. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമായി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയത്. തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ. ഉച്ചയ്ക്ക് ക്ഷേത്രവാതിലുകളെല്ലാം അടച്ച് കാവ് തീണ്ടലിന് മുന്നോടിയായുള്ള തൃച്ചന്ദനച്ചാർത്ത് പൂജ ആരംഭിക്കും. ക്ഷേത്രത്തിന് പുറത്ത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനും പരിവാരങ്ങളും കാവൽ നിൽക്കുമ്പോൾ നീലത്ത് മഠത്തിലെയും കുന്നത്ത് മഠത്തിലെയും അടികൾമാരാണ് പൂജ നിർവഹിക്കുക. പൂജ കഴിഞ്ഞ് അടികൾമാർ ക്ഷേത്രനട അടച്ച് മടങ്ങിയാൽ തമ്പുരാനും പരിവാരങ്ങളും കിഴക്കേ നടയിലെ നിലപാട് തറയിലെത്തും. വൈകിട്ട് തമ്പുരാന്റെ അനുമതിയോടെ കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തും. ഇതോടെയാണ് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് കോമരങ്ങളും ഭക്തരും ക്ഷേത്രത്തിന് ചുറ്റും കുതിച്ചുപാഞ്ഞ് അശ്വതിക്കാവ് തീണ്ടുക. പാലക്കാവേലനാണ് ആദ്യമായി കാവ് തീണ്ടുക. തുടർന്ന് തെയ്യവും തിറയും മുടിയാട്ടവും അടക്കമുള്ള കലാരൂപങ്ങൾ കാവിൽ അരങ്ങേറും. ഭരണി നാളായ ചൊവ്വാഴ്ച അരയ സമുദായക്കാരുടെ തീരദേശത്ത് നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തി പട്ടും താലിയും സമർപ്പിക്കും. പട്ടാര്യ സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഗുരുധർമ്മ പ്രബോധിനി സഭ, പുത്തഞ്ചിറ SNDP ശാഖകൾ, ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ, സാമൂഹ്യ രാഷ്ട്രീയ ആരോഗ്യ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ഫാദർ പോളി കണ്ണുകാടൻ പഠന ക്ലാസ് നയിച്ചു. MR സന്തോഷ് ബാബു, തിലകൻ തയ്യിൽ, KK ചന്ദ്രശേഖരൻ, CK യുദ്ധി എന്നിവർ സംസാരിച്ചു. ഒരു വാർഡ് മെമ്പർമാർ ഉൾപ്പെടുന്ന വലിയ സമിതിയുണ്ട്. അവരെല്ലാരും കൂടെ ഉത്തരവാദിത്വ പെരുമാറാൻ തയ്യാറായാൽ ഇവിടെ നടക്കും. സംവിധാനം നമുക്കുണ്ട്, ഇല്ലേ മാഡം? സംവിധാനമുണ്ട്. സംവിധാനം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റും. പുത്തങ്ങൽ പഞ്ചായത്ത് വലിയ കേരളത്തിൽ തന്നെ ഒരു വലിയ വിസ്തീർണമുള്ള വലിയ പഞ്ചായത്തല്ലേ, ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പറയുന്നത് ഇവിടെ ഒരു കർമ്മസമിതി, പക്ഷെ ഇവിടെ പ്രസിഡന്റ്. ഇവിടെ ഇപ്പോ ഒരാളെ ലഹരി പിടിച്ചാലേ ഏറ്റവും ആദ്യം എന്താ അന്വേഷിക്കുക? അയാൾ ഏത് പാർട്ടിക്കാരനാണ്. പിന്നെ പേപ്പറിൽ അത് വേണം, എന്നാലും പറ്റുള്ളൂ. അവൻ കൈസക്കാരനാണ്, അവൻ SFIക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്, LDF, എന്നാലേ പാർട്ടിക്ക് പ്രാധാന്യമുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, 3 ദിവസമായിട്ട് ലഹരി വസ്തുവാണ്. എമ്പുരാനാണോ പേപ്പറിലെ പ്രത്യേകത? എമ്പുരാന്. കുഴിക്കാട്ടുശ്ശേരി മറിയം ത്രേസ്യ ആശുപത്രിയിൽ 32ാമത് ബാച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങൾ ഇന്ന് കത്തിക്കാൻ പോകുമ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലോകത്തിന്റെ പ്രകാശമാണ്. Are you ready to accept that? Are you ready? Yes. അപ്പോൾ you become the light of God. എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഈ വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വെക്കാറില്ല. പിന്നെ എവിടെ വെക്കുക? പീഠത്തിമേ വെക്കുക. എന്തിനു വേണ്ടി? അവിടേക്ക് കടന്നു വരുന്നവർക്ക് പ്രകാശം ലഭിക്കണം. Are you ready to shed the light to others? അപ്പോൾ 16ാമത്തെ വാക്യത്തെ പറയുന്നു, നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസരിക്കട്ടെ. അപ്പോൾ സത്പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് പ്രസരിക്കാൻ തയ്യാറാകണം. തയ്യാറാണോ? നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ മറ്റു ബാച്ചുകാർക്ക് അസൂയ തോന്നും. കാരണം ഞങ്ങളൊന്നും അങ്ങനെ തയ്യാറായിട്ടില്ലല്ലോ എന്ന്. പക്ഷെ അവർ തയ്യാറാണെന്നാണ് അവർ ലാമ്പ് ലൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇവിടെ വെച്ച് പറഞ്ഞത്.
അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു അസൂയൊന്നും കാര്യമില്ല. നിങ്ങൾ നല്ല മിടുക്കികളായിട്ട് മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ ശോഭിക്കാനായിട്ട് കഴിയണം. കുറച്ച് മുമ്പ് ഇവിടെ ഒരു ഉടുപ്പൊക്കെ ഇട്ട് ഒരു അരിക്കിലാമ്പ് വിളക്കും പിടിച്ച് ഒരു കൊച്ചു ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്ത് ഈ കൊച്ചു ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഫോട്ടോ അല്ലെങ്കിൽ എല്ലാവരുടെ ഫോട്ടോ ഇവിടെ കാണുന്നത്. ഡോക്ടർ സിസ്റ്റർ റീസ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ആന്റണി പുതുശ്ശേരി സമ്മാന വിതരണം നിർവഹിച്ചു. സിസ്റ്റർ ഡേസി, സിസ്റ്റർ ആൻ ബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. KPMS മാള യൂണിയൻ വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജു ഏത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ അതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ഭാവിയാണ് അവർ, നമ്മുടെ കുട്ടികൾ. നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് വന്നിട്ട് നമ്മുടെ മക്കൾ വഴിതെറ്റി പോയാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ഈ എടുത്ത ജോലിക്കൊരു ഇത് കാണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനത്തുള്ള ഈ മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവരെ നമ്മളിപ്പോൾ ഒരു കോഴി കുഞ്ഞിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് അതേ രീതിയിൽ നമ്മളെ മക്കളെ കൊണ്ടു നടക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, കൈവിട്ടാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. ആ ഒരു സമയത്താണ് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കിയാലാണ് നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിലുള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ വാർത്തകളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ്. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷത വഹിച്ചു. ശശി കൊരട്ടി, ശാന്തഗോപാലൻ, VA സുബ്രൻ, ബിന്ദു വേണു, KC ജനീഷ്, പ്രേമവാസൻ, KV രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കുതിരത്തടം കോലോത്തുനാട് കൊടക്കാട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി 5-ാം ദിവസം പുനഃപ്രതിഷ്ഠ തുടർന്ന് നവീകരണ കലശാഭിഷേകം, പതിവ് നിശ്ചയിക്കൽ, ശതകലശാഭിഷേകം, പ്രസാദവൂട്ട്, ഉച്ചയ്ക്ക് നടക്കൽ, കളമെഴുത്ത്, പറനിറപ്പ്, തോറ്റംപാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, അത്താഴപൂജ, എഴുന്നള്ളിപ്പ്, താലിവരവ്, തായമ്പക, ഗുരുതി ദർപ്പണം, മംഗളപൂജ എന്നിവ നടക്കും. അന്നമനടക്കല്ലൂർ വടക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി നാരായണീയ സമർപ്പണം നടന്നു. ആചാര്യ സുമതിയാർ നായരുടെ നേതൃത്വത്തിൽ വടക്കേടത്ത് നാരായണീയ സഭയാണ് സമർപ്പണം നടത്തിയത്. ഏപ്രിൽ 5 ശനിയാഴ്ച പ്രതിഷ്ഠാദിനം ആഘോഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ നാളെ. യുദ്ധത്തിൽ ശ്രീ ഭദ്രകാളി ദാരികനെ വധിച്ച് വിജയിച്ചതിന്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിക്കും. പുത്തഞ്ചിറയിൽ ഗുരുധർമ്മ പ്രബോധിനി സഭ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.